ഹലോ ഗൈസ്, ഇന്നൊരു പുതിയ ഡിഷാണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിലേക്ക് ചൂടായ പാനിലേക്ക് ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ചു. അതിലേക്ക് ഈ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ച് വെച്ചത് അതിലേക്ക് ആഡ് ചെയ്തു. ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. ഓക്കെ, ആ പച്ചമണമൊക്കെ പോകുന്ന സമയത്ത് നമുക്കതിലേക്ക് കട്ട് ചെയ്ത് സ്ലൈസാക്കി മാറ്റി വെച്ച ഓനിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് വാടാൻ വേണ്ടി നമുക്കൊന്ന് മൂടി വെക്കണം. ഓക്കെ, അപ്പോൾ അതൊന്ന് മൂടി വെച്ചതിന് ശേഷം അതിന് മുമ്പ് നമുക്ക് കുറച്ച് അല്പം ഉപ്പും കൂടി ചേർക്കും കേട്ടോ. ഇതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ഇത്രയും സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് നന്നായി നമ്മളൊന്ന് ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇതൊന്ന് നമുക്കൊന്ന് അടച്ചു വെക്കണം. ഓക്കെ, തുറന്ന് നോക്കുമ്പം ഗൈസ് ഇതാണ് അവസ്ഥ. നന്നായി മസാലയൊക്കെ ഒന്ന് ആ പച്ചമണമൊക്കെ മാറി റെഡി ആയി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും സാധനം ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. വീണ്ടും ഇതുപോലെ ഒരു 3 മിനിറ്റ് നമുക്കിത് ഒന്ന് മൂടി വെക്കാം. മൂടി വെച്ച് തുറന്നതിന് ശേഷം വീണ്ടും ഇങ്ങനെയാണ്. നമുക്കതിലേക്കൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായി മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് അടിപൊളിയാക്കിയതിന് ശേഷം കേട്ടോ, നല്ല അടിപൊളി തിക്ക് ഗ്രേവിയായി ഈ സമയത്ത് വരുന്നുണ്ട്. ഇനി വീണ്ടും നമുക്കൊന്ന് അല്പനേരം അടച്ചു വെച്ച് വീണ്ടും ഒന്നും കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം നമുക്ക് കുറച്ച് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഗ്രേവി നല്ല സെറ്റായിട്ടുണ്ട്. ഇനിയാണ് സർപ്രൈസ്. നമ്മൾ ഗ്രഹിക്കുന്നുണ്ടല്ലോ എന്താ ഇതിൽ ചേർക്കാൻ പോകുന്നത്. ചിക്കൻ മാരിനേറ്റ് ചെയ്ത ചിക്കനാണ്. ആ സാധനം നമ്മളിതിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ചിക്കൻ കറിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിങ്ങനെ അടിപൊളിയായിട്ട് നന്നായി മിക്സായി കൊടുക്കുക. ഇപ്പം തന്നെ നല്ലൊരു മണമാണ് വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ആവശ്യമായ വീണ്ടും ഉപ്പോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഉപ്പൊക്കെ ഓക്കെയാണ്. അപ്പം ഞാൻ അല്പം കരിവേപ്പില ചേർത്ത് അടച്ചു വെച്ചിട്ടുണ്ട്. 5 മിനിറ്റിന് ശേഷം ഗൈസ് തുറന്ന് നോക്കിയപ്പം അൺബിലീവബിൾ, ഭയങ്കര ഒരു അടിപൊളി ഒരു മണമാണ്. ആ സമയത്ത് നമുക്ക് മുന്നേ റെഡിയാക്കി വെച്ച മല്ലിച്ചപ്പും പുതിനയിലയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സമയം കൂടി അടച്ചു വെച്ച് വേവിക്കുക. നമ്മുടെ ചിക്കൻ കറി റെഡിയാണ് ഗൈസ്. നോക്കൂ, വാവ്, സംഭവം രക്ഷയില്ല. അല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ആറിക്കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ കൂടെ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ദോശയാണ് കേട്ടോ. അപ്പോൾ അതിലേക്കും നമുക്കൊന്ന് പോയി നോക്കാം. വളരെ സിമ്പിളാണ്. ദോശ എല്ലാവർക്കും അറിയാലോ, അധികം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്ന് പറഞ്ഞപ്പോൾ ദോശ നല്ല ബബ്ലി ആയി വന്നിട്ടുണ്ട്. ഒന്ന് തിരിച്ചിട്ടെടുക്കുക ഗൈസ്. നോക്കൂ, നല്ല ക്രിസ്പി ദോശ. ഇതും ചിക്കനും കൂടിയാണ് ഇന്ന് ചാമ്പാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചിക്കൻ വിത്ത് ദോശ. താങ്ക് യു.